നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെറുനാരങ്ങ കൊണ്ടുള്ള ഉപ്പിലിട്ടതാണ്. ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ അച്ചാറാണ്. വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമ്മൾക്കൊന്ന് നോക്കാം. ചെറുനാരങ്ങ, മുളക് പൊടി, കായം, ഉലുവ, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ നാരങ്ങ ഒന്ന് കുത്തിയെടുക്കണം. ഇതങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അത് കാരണം നമുക്കിതൊന്ന് ഒരു പപ്പടക്കോലെടുത്തിട്ട് കുത്തി കൊടുക്കാം. എല്ലാം ഒന്ന് കുത്തി വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 കിലോ നാരങ്ങ ഇട്ട് കൊടുത്തത്. ഇതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നാരങ്ങ അതിൻ്റെ പാകമായിട്ടില്ല. ഇനി നമുക്കിതൊന്ന് വാങ്ങിയെടുക്കാം കേട്ടോ. പ്ലേറ്റിലേക്ക് നോക്കാം. നമുക്ക് നാരങ്ങ ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇടാനുള്ള ഉലുവപ്പൊടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 150 ഗ്രാം ഉലുവയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് നമ്മൾക്ക് മുഴുവൻ ഇതിലേക്ക് ഇടാനുള്ളതല്ല കേട്ടോ. നമുക്ക് ഇത് വറുത്ത് വെച്ച് കഴിഞ്ഞ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. കുറേ ദിവസം കേടുകൂടാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. സാവകാശം തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നിറം മാറി വരുന്ന തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തീയൊന്ന് താഴ്ത്തി വയ്ക്കാം കേട്ടോ. ഈ ചൂടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കത് വറുത്തെടുക്കാൻ. ഉലുവപ്പൊടി ഉണ്ടാക്കുമ്പോൾ നല്ലോണം കറുത്ത നിറം വരണം. കണ്ടുണ്ടെങ്കിൽ അയ്യേ എന്ന് പറയുന്ന രീതിയിലാവണമെന്നാണ് പറയുക. അപ്പോഴാണത്ര ഇതിൻ്റെ മൂപ്പ് പാകമാവുക. അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരുന്നൊക്കെ പറയും. കരിഞ്ഞു എന്ന് തോന്നുന്ന ആ ഒരവസ്ഥ, അത്രയും കറുത്ത നിറത്തിൽ വേണം ഉലുവ വറക്കാൻ എന്ന് പറയാറുണ്ട്. എന്തായാലും നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. നമ്മൾ നാരങ്ങ ചൂടാക്കിയുള്ള ആ ചട്ടിയിലേക്ക് തന്നെ ആ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ മുളക് പൊടി ഇട്ട് ചൂടാക്കുന്നത്. നമുക്കതിലേക്ക് ഇവിടെ ഞാനൊരു 150 ഗ്രാം മുളക് പൊടിയാണ് എടുത്തത്. അത്യാവശ്യം എരി ഉണ്ടാവും. കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം.
മുളക് പൊടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ നാരങ്ങ അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മുടെ പാകത്തിന് മതി. കട്ടിയായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ലോണം ലൂസാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെള്ളമാക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ടുള്ള കായം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ നാരങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ നല്ലൊരു അച്ചാറാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഉപ്പിലിട്ടെന്ന് പറയും. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനി അടുത്ത പുതിയൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.